ഡോൾബി ആറ്റ്മോസ് ആണോ അതോ ഓറോ 3D ആണോ ബെറ്റർ? ഇതൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് പല ഫോറംസിൽ പോയി കഴിഞ്ഞാൽ കാണാം ഡോൾബി ആറ്റ്മോസിനെ അനുകൂലിക്കുന്നവരുണ്ട്, ഓറോ 3D അനുകൂലിക്കുന്നവരുണ്ട്. ആക്ച്വലി ഡോൾബി ആറ്റ്മോസ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് ഇമേഴ്സീവ് ഓഡിയോ ഫോർമാറ്റ് ആണെങ്കിൽ ഓറോ 3D ഒരു ചാനൽ ബേസ്ഡ് ഇമേഴ്സീവ് ഓഡിയോ ഫോർമാറ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആറ്റ്മോസിന് സ്പേഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന്റെ റീപ്രൊഡക്ഷൻ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ മുകളിലൂടെ പറന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു ഫീല് നമുക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളത് ഡോൾബി ആറ്റ്മോസിലാണ്. മറിച്ച് ഓറോ 3D ആണെങ്കിൽ അത് ചാനൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് പോകുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ആറ്റ്മോസിനകത്ത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് അതിന്റെ ലെവല്, അതിന്റെ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് കുറച്ചും കൂടി ഇമേഴ്സീവ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഓറോ 3D പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് മ്യൂസിക്. കോൺസേർട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക് ലിസണിംഗ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ചാനൽ ബേസ്ഡ് ആയിട്ടുള്ള ഓറോ 3D ആയിരിക്കും മച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. ഇനി സിനിമയാണ് നിങ്ങൾ കൂടുതൽ പ്രൈവറ്റ് സിനിമയാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡോൾബി ആറ്റ്മോസ് കോൺഫിഗറേഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരു സിനിമ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ ആറ്റ്മോസ് ചൂസ് ചെയ്യുക. അതല്ല ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ കൂടുതൽ മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ ഓറോ 3D ചൂസ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇതിന് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. മറ്റു ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ നമ്മൾ അതിൻ്റെ എല്ലാം കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ shdigimedia.com പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനോട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും.